ഓടിക്കാനാണെങ്കിൽ നമുക്കൊരു 10 കിലോമീറ്റർ ബൈക്ക് ഓടിക്കണം. അത് വെറുതെ ഓടിച്ച പോരാ, കണ്ണ് കെട്ടും. നല്ല കറുത്ത തുണി വെച്ച് കണ്ണ് കെട്ടിട്ട് 150 സ്പീഡിൽ 10 കിലോമീറ്റർ ഓടണം. പറ്റുമോ? കണ്ണ് കെട്ടണം. കണ്ണ് തുറന്നു വെച്ചിട്ട് ഓടിക്കാൻ പറ്റും. 150 സ്പീഡിൽ ഓടിക്കണം. 150 സ്പീഡിൽ ഓടിക്കണം. റോട്ടിൽ വേറെ വാഹനങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. എറണാകുളം നമ്മൾ ടൗണിൽ കൂടെ വേണം ഓടിക്കാൻ. അത് നോക്കാൻ നല്ലതാ. കൈവറക്കും പറ്റൂല. ഇന്ന് എണീറ്റ് ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ. നടന്നേ, നടക്കാമല്ലോ. നടക്കാം. അത് പിടിക്കാം. അതിലൊരു സാധനം കിടപ്പുണ്ട്. അല്ല നിക്ക്, പറഞ്ഞുതരാം. അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് നടന്നേ. നടക്കും, മുന്നോട്ട് നടക്കാം. ഇനി തിരിയരുത്, തിരിഞ്ഞ് നടക്കരുത്. പുറകോട്ട് നടന്നേ. പുറകോട്ട് നടക്കൂ. പുറകോട്ട് നടന്നു വരൂ. നടക്കട്ടെ 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 നടക്കട്ടെ. എങ്ങനെയുണ്ട്? നടക്കാൻ പറ്റൂലേ? പുറകോട്ട് തിരിഞ്ഞ് നടക്കാമല്ലോ. കുഴപ്പമില്ലല്ലോ. ശരി. അപ്പൊ ഈ പുറകോട്ട് നടക്കണേല് ഇപ്പൊ നിലവിലൊരു റെക്കോർഡുണ്ട്. അത് ഒരാൾ ഒരു 100 മണിക്കൂർ റെക്കോർഡ് കിടപ്പുണ്ട്. 100 മണിക്കൂറോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അത് വിട്ടിട്ട് നമുക്ക് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞൂടെ നിന്നിട്ട് പുറകോട്ട് നടക്കാം. ഇങ്ങനെ 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 അതെ ഇങ്ങനെ അതെ ഇങ്ങനെ ഇങ്ങനെ അത് നടന്ന് കണ്ടേ. കാണിച്ചേ. അതെ അങ്ങനെ 100 മണിക്കൂറോ? 10 മണിക്കൂറാണ് റെക്കോർഡ് കിട്ടും. അല്ല സാറേ, 100 മണിക്കൂർ എന്ന് പറയുമ്പോ 4 ദിവസമായി. 4 ദിവസമല്ല, 4 കൂടുതൽ വരും. കുറെ സമയം കൂടെ കൂടുതൽ വരും. പറ്റില്ലേ? പറ്റായിട്ടല്ല, ഭക്ഷണം കഴിക്കാനൊക്കെ. ഭക്ഷണമൊക്കെ കഴിക്കാം. എങ്ങനെ? അതായത് 3 മണിക്കൂറിനിടയിൽ നമുക്കൊരു 15 മിനിറ്റ് സമയം തരും. 15 മിനിറ്റ് സമയം കിട്ടും അല്ലേ? അതിനകത്ത് അതുപോലെ. പിന്നെ രാത്രിക്കൊന്ന് മുങ്ങാലോ അല്ലേ? എവിടെ രാത്രിയൊക്കെ? എന്ത് മറ്റേ രാഷ്ട്രീയ പാർട്ടിക്കാര് നിരാഹാര സമരം 24 മണിക്കൂർ കിടന്നിട്ട് മുങ്ങണ പോലെ അല്ല. ഒരു ഉടായ്പും നടക്കൂല. നിങ്ങളെ മോണിറ്റൈസ് ചെയ്യാൻ 24 മണിക്കൂറും അവരുടെ ആള് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പ്രപഞ്ച റെക്കോർഡ് ബുക്കിൽ ഇടം പിടിക്കുവാനായി നമ്മുടെ പ്രിയങ്കരനും അതിലുപരി നിശ്ചയദാർഢ്യത്തിനുടമയുമായ മൊയ്തു ചരിത്രം കുറിക്കുവാനുള്ള പിറകോട്ട് നടത്തം ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. സുഹൃത്തുക്കളെ, കടന്നു വരികയാണ്. പിറകോട്ട് നടത്തം സുഗമമായി നടക്കുവാനായി അവരവരുടെ വാഹനങ്ങൾ ഒതുക്കി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റേ എന്താ എങ്ങനെയുണ്ട് ഇപ്പോ? 16 മണിക്കൂർ 16 ആയിട്ടല്ലോ. രാജുവേട്ടന് കൊടുത്തു മാറിയേ. അല്ല നിക്കേ, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പാടുള്ളൂ. റണ്ണിംഗ് ആണ്. സത്യേട്ടാ, ആ രാജുവേട്ടന് കൊടുത്തു മാറിയേ. ഒരു സ്വീകരണം റെഡി ആയിക്കോളി. റെഡിയാണ്. എല്ലാ പരിപാടിയും ഓക്കെയാണ്. ഇത് 100 മണിക്കൂർ കണ്ടിന്യൂറ്റി റെസ്റ്റ് ഒന്നും ഇല്ല. റെസ്റ്റ് ഇല്ല. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാ. പക്ഷെ അത് കുനിഞ്ഞ് തന്നെ നിക്കണം. വേണേ പുറകെ പോന്നോ കാണാലോ. അവിടെ കാറ് വരുന്നുണ്ട്. പിടിക്കാത്ത ഒരു മാറിക്കോളും. എത്ര മീറ്റർ? 200. അതെന്താ തരാലോ? അല്ല, 100 മണിക്കൂർ തികച്ച സ്വീകരണം കൊടുക്കണ്ടേ? തികച്ച കൊടുക്കണം. തികയ്ക്കൂല. എവിടെ തയ്ക്കൂ? തയ്ക്കില്ലേ? എനിക്ക് തോന്നുന്നില്ല. 16 മണിക്കൂർ നേരം എങ്ങനെ? 100 മണിക്കൂറായി. ബാക്കി തരാലോ. എനിക്കറിയാം. ഈ 100 മണിക്കൂർ പറയുമ്പോ അപ്പൊ എത്ര ദിവസം വേണ്ടി വരും? 24, 48. എത്ര? 48. അപ്പൊ 80, 96. വേറെ എന്തെങ്കിലും പരിപാടി? 4 ദിവസമൊക്കെ നടക്കും. എവിടെ അറിഞ്ഞൂടെ? ചിലപ്പോ അൽഫാമേ അൽഫാം മേടിക്കണ്ട്. അൽഫാം കട എവിടെയാ? ഇങ്ങനെ വീട്ടിൽ പോവോ? അങ്ങനെ പോണം. ദിവസമൊക്കെ നടക്കൂ. നമുക്ക് പോയാലോ? പോണേ അങ്ങടാ. ഇത് നോക്കാൻ ഒരാളുണ്ടല്ലോ. അവരുടെ കള്ളത്തരം നടക്കില്ല അല്ലേ? അതിന് ഓഫീസിലുണ്ടല്ലോ, മൂപ്പരുണ്ടല്ലോ. എന്തുമ്മ എത്രയായി വാപ്പ പോയിട്ട്? വരൂടാ. ഇതിപ്പോ പഴയ പോലെയാണോ? 10 മിനിറ്റ് കൊണ്ട് വരേണ്ടത് ഇപ്പൊ 1 മണിക്കൂറൊക്കെ എടുക്കും.
പാവുണ്ട് അതിങ്ങനെ കുനിഞ്ഞ് തിരിഞ്ഞൊക്കെ നടന്നു വരണ്ടേ. വരുന്ന് കൊറേ നേരം ആയിരുന്നു പറയുന്നു. ഇത് വരട്ടേടാ. എനക്ക് വിശക്കുന്നുണ്ട്. ആ ഒന്ന് വിളിച്ചു പറയുമ്പ. വിളിക്കണ്ട. ഫോൺ വരുന്ന സമയത്തറ്റെ നിവർന്നു പോയിട്ടുണ്ടെങ്കിലേ ആ കൂടെയുള്ള സാറ് സമ്മതിക്കൂല. അറിയാതെ പോലും നിവരാതിരുന്നാ മതിയായിരുന്നു. അത്ര സ്പീഡ് വേണ്ട അല്ല സാറേ തൂറ മുട്ടുന്നത് അതാ ഞാൻ സ്പീഡാക്കണേ. തൂറാൻ മുട്ടണോ? അത് ശരി, പിടിച്ചേക്ക്. എവിടെ പിടി അതെ ചെരുപ്പ് വെച്ചാ സാറേ. അതാ വരെയാണ്. നേരെ ആവരുത്. ആ മതി. ഓക്കെ. ആ കേറാ. പിടിച്ചു നിൽക്ക. ഇങ്ങോട്ട് മാറി നിക്കടാ. അപ്പൊ ഇതിനൊരു ടൈം ഉണ്ട്. ഞാൻ ഇപ്പൊ വരാട്ടോ, കക്കൂസ് പോയിട്ട് വരാം. അതെ മുട്ടും മുട്ടിന്നല്ല ഞാൻ പറഞ്ഞു. എവിടെ ബാത്റൂം? ഇതാണ് ഈ ഡോറും തുറക്കാൻ പറ്റും. ഡോറും തുറക്കണം. അവിടെ ഇങ്ങോട്ടാ തുറക്കില്ല. ഒന്ന് തുറക്കി മുട്ടി തുറക്കിയത് പൊങ്ങാൻ പാടില്ല. ഞാൻ നിങ്ങളൊന്ന് തുറന്നാ മതി. പക്ഷെ മുട്ടിയിട്ട് വെട്ടി തടുക്ക മുട്ടി തുറക്കാൻ പറ്റില്ല. നേരെ ആവണ്ടെന്ന് എനിക്കറിയണ്ടേ. നിങ്ങളെ പോയിക്കോ. അല്ലത്തിനൊരു സ്വസ്ഥത വേണ്ടത്. ഇരുന്നോ. അത് ശരിയാവില്ല. നിങ്ങൾ പുറത്തേക്ക് കളിക്കും. ആ കാലിപ്പുറത്തോട്ട് വെച്ചേ. ഇതൊക്കെ എനിക്കറിയാം. അതെ കാലപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട്. എന്താണ് സാറേ എനിക്ക് ഒരാളെ നിന്നത് പോകൂല. അതെ നിങ്ങൾ കഷ്ടപ്പെട്ടത് ഇരുന്നോ. നോവണ്ടോ? എന്തിനാ നിങ്ങൾ ഇതൊക്കെ ചോദിച്ചിട്ട് ഇവിടെ നിൽക്കണേ? അതെ എന്തൊരു കാര്യം ഈ സോട്ടും കൂട്ടൊക്കെ ഇട്ടിട്ട്. ഇതെന്റെ ചുമതലയാണ്. ഇതൊക്കെ രാവിലെ തന്നെ എഴുന്നേക്കുമ്പോ ചെയ്യണ്ടേ? അതൊക്കെ ചെയ്താണ്. ഒരു മൈസൂർ പഴം കഴിച്ചു ഞാൻ. നിവരരുത്. അതുപോലെ തന്നെ പിറകോട്ട്. ലെഫ്റ്റ് തിരി ഇറങ്ങിക്കോ. നടന്നു. ഓക്കെ നടന്നു. ഒരു 70% നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നോക്കാം. ലെഫ്റ്റ് എങ്ങാടെ പോട്ടെ. കുനിയണം. സാറേ ഇതിലെ വരാൻ കയറണേ. ഇതിലെ വീട്ടിലേക്ക് എളുപ്പവഴിയാണേ. റോഡിൽ കൂടെ ആകുമ്പോ വാഹനങ്ങളിലൊക്കെ തിരക്കുണ്ടാവേ. അതെ ഏതില് വന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനെ ഇടക്കിടക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് വിശ്രമിക്കാം. ഇനി അധികം ടെൻഷൻ വേണ്ട. 2 മണിക്കൂറും കൂടി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രപഞ്ച റെക്കോർഡ് ബുക്കിൽ കയറും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മതട ഒരു ഒറ്റച്ചെരുപ്പ് ഉണ്ണിക്കൊറ്റച്ചെരുപ്പാ എന്റെ 150. ആശുപത്രി കൊണ്ടാക്കാം. ഞാനെന്നെ ആശുപത്രി കൊണ്ടാക്കും.
എന്തെന്ന് അതിനൊക്കെ പറയാൻ റെക്കോർഡ് ഉണ്ടാക്കാൻ പോയതാണ് ഇത്ര. ആനക്കെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ. ഇത് മൂപ്പര് പിന്നാക്കം നടക്കല റെക്കോർഡ് ഉണ്ടാക്കല്. ഇത് കഴിവുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ കഴിവുള്ള ആൾക്കാർക്ക് റെക്കോർഡ് കിട്ടും. അതിനൊരു അന്തസ്സും ഉണ്ട്. ഇത് തോന്നിയതൊക്കെ അങ്ങോട്ട് ചെയ്യുക, എന്നിട്ട് അതിന് റെക്കോർഡ് ഉണ്ടാക്കുക. ഇതിന്റെ കാര്യം പറഞ്ഞിട്ട് കായ് ഉണ്ടാക്കാൻ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് മനസ്സിലാക്ക്. നന്നായി. അളിയാ 2 മണിക്കൂറും കൂടി ഞാൻ നടത്തിയതെങ്കിൽ ആ റെക്കോർഡ് കിട്ടി. ഏത് ഈ പിന്നാക്കം നടന്നതിന്റെ അല്ലേ? ആ ആ അതാണ് ആ പട്ടി കൊണ്ടുപോയത്. എന്തെന്നാ അതെ ആളി അങ്ങക്കൊന്ന് ആലോചിച്ചൂടെ? എന്താലോചിക്കുക? എന്താ ഈ പിന്നാക്കം നടന്ന് നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് എന്താ ഈ ലോകത്തിന് അതുകൊണ്ടൊരു ഗുണം? ആരെങ്കിലും നടക്കലുണ്ടോ പിന്നാക്കം? അതാ പറഞ്ഞത്. അത് അങ്ങനെ നിങ്ങൾ ആരും ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് കാര്യമില്ല. ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കൂടി ആവണത്. ഇപ്പൊ നിങ്ങള് പിന്നാക്കം നടന്നതിൽ ഒരു ദിവസം കൂടി കൂടുതൽ വേറെ ആള് നടന്ന അയാൾക്ക് ഈ റെക്കോർഡ്. എന്തായാലും ഇതൊന്നും പറ്റുന്ന വിചാരിച്ചല്ല അളിയാ. എടി മോനടെ ആരാ? ആ മൊയ്തോ ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പോ? അങ്ങനെ പോണു. എന്തായാലും ഞങ്ങൾ ആശുപത്രിയിൽ വരണമെന്ന് വിചാരിച്ചാണ് നടന്നില്ല അത്. എന്താ പറയാ, ഞങ്ങള് ഇവിടെ ഉണ്ടായിരുന്നില്ല. അല്ല, 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്വീകരണം തരാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു ഞങ്ങളെ. അല്ല, എന്തായാലും മൂപ്പര് 2 മണിക്കൂറും കൂടി ആ പിന്നാക്കം നടന്നിരുന്നെങ്കിൽ ഈ പ്രപഞ്ച റെക്കോർഡ് ബുക്കിൽ കയറുമല്ലോ. അപ്പൊ അതിനൊരു ആദരവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു ഞങ്ങൾ മറ്റേ ക്ലബിന്റെ. അതെ, അതിന് യോഗ അല്ലാണ്ട് അല്ല ഇതിപ്പോ എന്താ വേദന ഉണ്ടോ? നീരുണ്ട്. നായ തലങ്ങും വിലങ്ങി കടിച്ചാ ഞാൻ പാട്ടി ചതിച്ച ചതി. 2 മണിക്കൂറും കൂടി നടന്നിരുന്നെങ്കിൽ 100 മണിക്കൂർ തികഞ്ഞിരുന്നില്ലേ പോയി. ഇതിപ്പോ എന്തെന്നാ ഇപ്പൊ ഇതിനൊക്കെ പറയാ? ഞങ്ങളെല്ലാവരും അപ്പൊ ഇതിന് കൂട്ടുപിടിച്ചിട്ട് അടക്ക തന്നെയാണ് അല്ലേ? ഞങ്ങൾ ഇതിന് കൂട്ടു നിൽക്കല്ലാന്ന്. എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ള ഒരാള് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോ അപ്പൊ അതിനൊരു ആദരവ് നമ്മൾ കൊടുക്കണല്ലോ. കൊടുക്കണല്ലോ. രാഘവേട്ടന് സ്വീകരണം കൊടുത്തൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? അതുപോലെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഈ പിന്നാക്കം നടന്നതിന് നിങ്ങള് ഇപ്പൊ അതിനൊരു സ്വീകരണം കൊടുക്കാന്ന് പറഞ്ഞപ്പോ എന്താ അതിന്റെ അത് മനസ്സിലാവണില്ല. അല്ല, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അത്ഭുതം ഒരാൾ ചെയ്യുമ്പോഴാണല്ലോ അവര് ഈ ഇതിലൊക്കെ കയറി പറ്റണത്. ഇപ്പൊ ഈ 100 മണിക്കൂർ ഒട്ടും ഒഴുകാണ്ട് ഇങ്ങനെ പിന്നാക്കം നടക്കുക പറഞ്ഞാൽ അത് ആർക്കാ പറ്റുക? ഇപ്പോഴേ നമ്മള് കൂടുതൽ സംസാരിച്ചിരിക്കാൻ സമയമില്ല. നമുക്ക് ഇനിയും വേറെ ഇവിടെ പോവാണ്ട് വന്ന കാര്യം പറ. എന്നാൽ ഈ പട്ടി ഇത് ഏത് പട്ടിയത് കടിച്ചു? ആ പട്ടിക്ക് അവാർഡ് കൊടുക്കണേ. ആ പട്ടിക്ക് അവാർഡ് കൊടുക്കണം. എന്താ അറിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തവരെ ചെന്ന് കടിച്ചല്ലോ. ജീവിതത്തിൽ 100 കാര്യങ്ങൾ എടുക്കുക. അത് ചെയ്യാണ്ട് ഈ പിന്നാക്കം നടന്നിട്ട് അതിന് റെക്കോർഡ് ഉണ്ടാക്കാൻ നടക്കുക. അത് എന്തോ ഒരു ജന്തു എന്ന് കരുതി കടിച്ചതന്നെ. അതാണ്, അല്ലാണ്ട് ഇപ്പൊ അതിനെ കടിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, മൊയ്ത് പിന്നാക്കല്ലേ നടന്നിരുന്നത്. അപ്പൊ ഈ പട്ടി ചന്തിക്കല്ലേ ശരിക്കും കടിക്കണ്ടത്? എന്താ ഈ പറയണേ? അത് മുന്നിലാ പറഞ്ഞു. ചന്തിക്ക് കടിച്ച എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അല്ല, നിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിട്ട് ഒരാള് കൂടെ ഉണ്ടായിരുന്നില്ലേ കോട്ടൊക്കെ ഇട്ടിട്ട്? അയാളെന്താ കാട്ടി? ഓനൊക്കെ പട്ടി ഓടിച്ചാലോ? ഓനെ ഓടി രക്ഷപ്പെട്ട് ഓനാ ഓടിയനെ ചിലപ്പോ ഓന് വല്ല ബുക്കിൽ കയറുവാ. ഇത് നിരീക്ഷിക്കാനും ആളുണ്ടായിരുന്നോ? അത് അവിടെ അവരാൾക്കാർ വരും. അവരാള് വന്നിട്ട് ഇയാള് കറക്റ്റ് ആയിട്ട് ചെയ്യണ്ടോന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു മാർക്കൊക്കെ ഉണ്ട്. അയാളെ കടിച്ചില്ലേ അല്ലേ പട്ടി? ചായ കൊടുക്ക്. അല്ലെ, ചായ ഒന്നും വേണ്ട, ഞങ്ങള് വന്നവര് കാര്യം. ഇപ്പൊ എന്തായാലും നമ്മുടെ ക്ലബിന്റെ പരിപാടി ഉണ്ട്. അല്ല, അതിനിപ്പോ എനിക്കിനി അതിൽ കിട്ടൂല്ലോ. ഇല്ല, അതിനിപ്പോ നിങ്ങൾക്കല്ല സ്വീകരണം, ഇതൊന്നല്ല സ്വീകരണം വന്നിട്ടുള്ള ഇപ്പൊ നമ്മുടെ ഉണ്ണിക്കാണ്. ഉണ്ണി പ്രപഞ്ച റെക്കോർഡ് ബുക്കിൽ സ്ഥാനം നേടിയിട്ടുണ്ട് ഇപ്പോഴേ. അയാളും തിരിഞ്ഞു നടന്നോ? അല്ല, ഉണ്ണി പിന്നാക്കം നടന്നതല്ല, അത് വേറെ ആരും ചെയ്യാത്ത ഒരു നല്ല കാര്യം ഉണ്ണി ചെയ്തു. അങ്ങനെയാണ് ഈ റെക്കോർഡ് ബുക്കിലെ സ്ഥാനം നേടിയത്. എന്താ ഇത്? തെരുവ് പട്ടി കടിച്ചിട്ടുള്ള 149 പേരേനെ മൂപ്പര് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് പ്രതിരോധ കുത്തിവെപ്പ് എടുപ്പിച്ചു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് 150ാമത്തെ ആളെയും കൂടി രക്ഷിച്ചിട്ട് മൂപ്പര് ബുക്കിൽ കയറിയത്. 150ാമത്തെ ആളാണ് ഈ ഇരിക്കണ ആള്. പ്രവൃത്തിയാ. അതൊരു നല്ല സംഗതിയാണല്ലോ. അത് റെക്കോർഡ് കൊടുക്കാം. അപ്പൊ മൂപ്പർക്ക് പകരം ഞങ്ങൾ അയളനാണ് ആദരിക്കുന്നത്. അപ്പൊ എല്ലാവരും വരണം. എല്ലാവരും വരണം. ഉണ്ടാവൂലോ? ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിതോ വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം നോക്കാം. അതന്നെ, നീ ഉണ്ടല്ലോ സമയം. പിന്നാക്കം നടക്കാലോ. മണ്ണും കാര്യം നിന്നാൽ പെണ്ണും കൊണ്ടുപോയി കേട്ടിട്ടില്ലേ? അല്ല, അതിന് അയാൾ അർഹനുമാണ്. അയാൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി അങ്ങനത്തതാ. പിന്നാക്കം നടക്കല്ല.
ജീവിതത്തിലേ ഈ റെക്കോർഡ് നേടാന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോ തന്നെ ആളുകൾക്ക് അതിലൊരു സന്തോഷം തോന്നണം. അല്ലാണ്ട് പിന്നാക്കം നടന്നു 3 ചാക്ക് കുരുമുളക് തിന്നു, അതുകൊണ്ട് എന്താ കാര്യം, ആ കുരുമുളകും പോവും അവന് തൂറ്റും പിടിക്കും. അതല്ല വേണ്ടത്. എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി, നാടിന് ഗുണമുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടേ? അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തിട്ടാണ് റെക്കോർഡ് നേടുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട്. ഇതെന്തത്? പിന്നാക്കം നടക്കുക, തല കുത്തി മറിയുക. ഹൈ, ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഏറെ കുറെ ആൾക്കാർ നടക്കുന്നുണ്ട്. അതിൽ പെട്ട ഒരാളാണ് ആ മന്മഥൻ എന്ന് പറഞ്ഞ ആള്. ആ കാശും ഉണ്ടാവാൻ വന്നാ ആ കാശും പോയി കടിയും കിട്ടി. ഇപ്പൊ സമാധാനായില്ലേ? അല്ലയാ ഇതാ ഈ കടി കൊള്ളാനും റെക്കോർഡ് നേടാനും വേണ്ടിട്ട് ആ പിന്നാക്കം നടന്ന നടപ്പില്ലേ, അത് ജീവിതത്തില് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് മുന്നാക്കം നടന്നു നോക്ക്, ഗുണം ചെയ്യും.